ഹലോ ഫ്രണ്ട്, വെൽക്കം ടു യുവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് മെജർമെൻ്റ് ആയിട്ട് നമ്മൾക്ക് ഇന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. വിതൗട്ട് ഓവൻ OTG ഇല്ലാത്ത നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും ആയോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യം ഉണ്ടായിരുന്നത് നമുക്ക് കേക്കിൻ്റെ ടിന്നല്ലേ നമ്മൾക്ക് മോൾഡ്. അപ്പോൾ ഈ പാത്രം ഫസ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാ ബെറ്റർ ഇതൊക്കെ റെഡിയാക്കാൻ മുന്നേ നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഓയിൽ ഗ്രീസാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് എല്ലാ നിലത്തെ സൈഡിൽ കൂടെ എല്ലാവിടെയും നമുക്ക് ഓയിൽ ഗ്രീസാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലേക്ക് കുറച്ച് മൈദപ്പൊടിയല്ലേ, അതൊന്ന് ഇതിൽ മേലെ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും മൈദപ്പൊടി നന്നായിട്ട് ഇതിൽ ഉള്ളിലിട്ട് വെച്ചിട്ട് എല്ലാ സൈഡിലേക്ക് നന്നായി ഒട്ടിച്ചിട്ട് എക്സ്ട്രാ മൈദപ്പൊടിയിൽ ഡസ്റ്റാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടായ കാരണം എല്ലാ അടിയിലും പിന്നെ സൈഡ് കൂടി ഇതൊക്കെ എല്ലാവിടെയും ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദപ്പൊടി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് മോൾഡ് ഇപ്പോൾ ഫസ്റ്റ് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്ത പരിപാടിക്ക് തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മിക്സി ജാർ എടുക്കുക. ഇതിൽ ഇനി ഞാൻ ഒരു ഒരു 3/4 കപ്പ് പഞ്ചസാര എന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം നല്ലോണം കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ഇതിലേക്ക് പഞ്ചസാര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലിപ്പോൾ ബീറ്റർ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കാരയൊക്കെ മതി. പിന്നെ ഇതായിപ്പോൾ ഫസ്റ്റ് ഇവിടെ മൈദൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കണം കേട്ടോ. നമുക്ക് കേക്കിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ എടുത്താൽ മതിയാവും. പിന്നെ 1/2 ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളി നടുക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു സ്പിഞ്ചായിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലത്തെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കേക്ക് നല്ല അടിപൊളിയായിട്ട് കുറച്ച് റിസൾട്ട് നല്ല ബെറ്ററായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ 3 പ്രാവശ്യം നമുക്ക് ചെയ്തെടുത്താൽ അത്ര നല്ലതാണ്. കേക്ക് നല്ല മാത്രം നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി മൈദപ്പൊടിൻ്റെ കൂട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോഴേക്ക് ഒരു ബൗളെടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട വേണ്ടേക്ക് ഒരു 1/2 കപ്പ് ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് എടുത്താൽ മതി. ഒരു 1/2 കപ്പ് തൈര് എടുക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇവിടെ ഈ മുട്ട ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ട തൈര് എന്താ എടുക്കുന്നെങ്കിൽ എല്ലാം റൂം ടെമ്പറേച്ചറിൽ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നെ പറഞ്ഞല്ലേ OTG ഓവൻ ഇതൊന്നും ഇല്ലാത്ത. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു ഹെവി പാത്രം എടുത്താൽ മതി, ഹെവി ബോട്ടമായിട്ട്. അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടിയല്ലേ അതിലത്തെ ഗ്യാസ് കീറ്റും പിന്നെ നമുക്ക് വിസലോ എല്ലാം മാറ്റി വെക്കണം കേട്ടോ. ഇതിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ മൂടി മാത്രം നമുക്ക് ഒന്ന് മൂടി കൊടുത്താൽ മതി. ഇനി 3 മുട്ടയ്ക്ക് ഞാനൊരു 1/4 കപ്പ് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രോങ് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ അല്ല മസ്റ്റർഡ് ഓയിൽ, പിന്നെ നിങ്ങൾക്ക് ഓലിവ് ഓയിലോ അല്ലാണ്ട് സൺഫ്ലവർ ഓയിലോ ഇങ്ങനത്തെ ഓയിൽ ഇതൊക്കെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പഞ്ചസാര കൂടി ഇതിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. നമുക്ക് പൊടിച്ച് വെച്ചാൽ ഈ പഞ്ചസാര എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പഞ്ചസാര ഡിസോൾവ് ആക്കിയിട്ട് വേറെ നന്നായിട്ട് നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീറ്ററിന് ചെയ്താൽ മതി, അല്ലാണ്ട് ഇതേപോലത്തെ വിസ്ക് എടുത്തിട്ട് ചെയ്താലും മതി. അല്ലാണ്ട് നമുക്ക് പഞ്ചസാര പൊടിച്ച ശേഷം അതിൽ തന്നെ മുട്ട ഓയിൽ ഇതൊക്കെ ചേർത്തിട്ട് ഒരു 30-40 സെക്കൻഡ് മാത്രം നമുക്ക് ബീറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലഫിനെസ് ആയിട്ട് നമ്മൾക്ക് മുട്ട കിട്ടും, ബീറ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണ് വെനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂട്ട് തയ്യാറാക്കി വെച്ചാൽ ഇത് 3 പ്രാവശ്യം നമുക്ക് ഒരു 5-6 പ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിക്ക് ചേർത്തിട്ട് നന്നായിട്ട് ലംസ് ഫ്രീ ആയിട്ട് ഒരു ഡയറക്ഷനിൽ നമുക്ക് മിക്സാക്കി എടുക്കണം.
ഇനി ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂണായിട്ട് പാൽ ചേർത്തിട്ടുണ്ട്. പാൽ അതേപോലെ കുറച്ച് ലൈറ്റ് ചൂട് പാലെടുത്താൽ മതി. ഒരുപാട് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ചൂടാക്കി എടുത്താൽ മതി, റൂം ടെമ്പറേച്ചറിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ബെറ്റർ തയ്യാറാക്കും മുമ്പ് നമ്മുടെ കുക്കർ ചട്ടി ഇതൊക്കെ ചൂടായ ശേഷമല്ലേ നമ്മുടെ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ നോക്കി കുറച്ച് എത്ര ബാറ്റർ നല്ല ഫ്ലഫിനെസ് ആയിട്ട് കിട്ടിയല്ലേ നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് മോൾഡാക്കിയിട്ട് ഒരു 2-3 ബ്രഷ് ടാപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ എയർ ബബിൾസ് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നല്ല ചൂടായി കുക്കറിനുള്ളിൽ ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് എന്തായാലും ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ലിന്. ഇനി നമുക്ക് കേക്ക് ടീൻ ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇന്ന് ഞാനിപ്പോൾ 35 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്ക് കുറച്ച് സമയം വ്യത്യാസമാവട്ടെ, എല്ലാ ചട്ടിക്ക് ഇതൊക്കെ അടുപ്പിന് ഇതൊക്കെ ചൂടനുസരിച്ചിട്ട് കുറച്ച് കൂടും അല്ലാണ്ട് കമ്മിയാവും. ആ സമയം ഒന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നോർമൽ പഞ്ചസാര സിറപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എക്സ്ട്രാ റിച്ച്നെസ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളൻ്റെ പകരം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് എക്സ്ട്രാ പിന്നെ പഞ്ചസാരൻ്റെ അടുത്ത് അവിടെ മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ല അടിപൊളി ഒരു റീച്ച്നെസ് ആയിട്ട് ഫ്ലേവർ കിട്ടും നമുക്ക് എക്സ്ട്രാ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് അല്ലേ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് കമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഗ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെളിയിൽ വെച്ചപ്പോൾ ഇപ്പോൾ ചൂട് കാലമായില്ലേ, ഇപ്പോൾ എന്തായാലും കുറച്ച് ചൂടായ കാരണം ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാര്യം മതി, കുറച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ഗ്രേറ്റ് ആക്കിയാൽ മതി. ഇനി 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങിയ ശേഷം ഞാൻ 30 മിനിറ്റിൻ്റെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ടൂത്ത് പീക്ക് ഇതേപോലത്തെ കുത്തി നോക്കുമ്പോൾ സെൻറ്ററിൽ ഫസ്റ്റ് കുത്തി നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തി നോക്കി നമ്മൾക്ക് ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതേപോലത്തെ നല്ല ക്ലീനായിട്ട് വന്നാൽ നമുക്ക് റെഡിയാണ് കേക്ക്. അവിടെ നല്ല മാഷല്ല നല്ല അടിപൊളിയായിട്ട് കേക്ക് ഇപ്പോൾ നമുക്ക് കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് പിന്നെ കുറച്ചുകൂടി മൂടി വയ്ക്കുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസർ വേണ്ടിയിട്ട് അത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂട് മാറുന്നത് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം മതി, നന്നായിട്ട് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് വേണ്ടിയിട്ട് ഇതിൽ മേലെ വെച്ച് കൊടുക്കുക. അല്ലാണ്ട് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു തുണി നോട്ട് ഇതിൽ മേലിട്ട് വെച്ചിട്ട് അപ്പോൾ ഇത് മേലത്തെ ഭാഗമല്ലേ ടോപ്പത്തെ ഭാഗം ഡ്രൈ ഇതൊന്നും ആയി കിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം ആരും വിചാരിക്കുന്നുണ്ട് ഇത് OTG ഓനില്ലാത്ത നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റോ പിന്നെ റിച്ച് പ്ലം കേക്ക്, ക്യാരറ്റ് കേക്ക്, അത് ഞാൻ പിന്നെ റവ കേക്കിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിതൗട്ട് ഓവൻ്റെ റെസിപ്പിയാണ് ഞാൻ എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ചാനലിൽ. അതിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ അവിടെ പോയിട്ട് വാച്ച് ആക്കിക്കോ. അപ്പോൾ ഞാൻ നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കേക്ക് തയ്യാറായിട്ടുണ്ട്, സ്പോഞ്ച് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ മതി. അപ്പോൾ അതിന് കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ ഇതേപോലത്തെ നല്ല തണുപ്പാകുമ്പോൾ നല്ല തണുപ്പായിട്ട് ഉണ്ടാവില്ലേ ക്രീം, ആ സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ക്രീം വിഫ്റ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിങ്ങൾക്കിപ്പോൾ എങ്ങനെ മനസ്സിലാവും, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ച് കമർത്തി ഇതൊക്കെയുമ്പോൾ ക്രീം ഇതൊന്നും നിലത്ത് ഇതൊന്നും ആവില്ല. അതേപോലത്തെ നമുക്ക് ആ പെർഫെക്റ്റായിട്ട് ക്രീം നമുക്കിപ്പോൾ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പത്തെ ഭാഗം ഞാൻ കുറച്ച്
ഈക്വലി ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് പക്ഷേ ഇത് വേസ്റ്റ് ഇതൊന്നും ആക്കാൻ നിൽക്കണ്ടിട്ട് വെറുതെ കുട്ടികൾക്ക് കുറച്ച് ക്രീം ബാലൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അവർക്ക് ക്രീം ഇതിൽ മേലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കുട്ടികൾ കളിക്കും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കളിക്കാൻ ടേസ്റ്റ് ഉണ്ടോ. അല്ലാണ്ട് ഇതിലത്തെ ക്രംബിലാക്കിയിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കുക. അതേ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കും. ഇങ്ങനത്തെ കേക്ക് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ബാലൻസ് ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുക. അതിൽ വീഡിയോ ഞാൻ നിന്നെ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഷെയർ ആക്കും. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്കിപ്പോൾ എല്ലാ വീട്ടിൽ കേക്ക് മുറിക്കേണ്ട നൈഫ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ രണ്ട് സൈഡ് കൂടി നമുക്ക് ചെറിയ ഈക്വലായിട്ട് ഒരു കട്ടാക്കി കൊടുത്തിട്ട് അതിൽ നൂലിലെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് നൂലിന് ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ ഈക്വലായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മൾക്ക് ലെയറായി കിട്ടും കേട്ടോ മുറിച്ചെടുക്കുക. അപ്പോൾ അപ്പോൾ ഞാനിതാ നോക്കിക്കോ, ഒരുപാട് തിന്നായിട്ട് നൈസായിട്ട് ഞാൻ ലെയർ ആക്കിയിട്ടില്ല, കുറച്ച് കട്ടിൽ തന്നെ ഞാൻ ലെയർ. അപ്പോൾ 3 ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാനല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിന് കേക്ക് പ്ലേറ്റ് കിട്ടുമല്ലേ. അപ്പോൾ ഇതൊരു 10 രൂപയ്ക്ക് എന്തായാലും ഒരെണ്ണം കിട്ടുന്നുണ്ട് ബേക്കറി ഷോപ്പിൽ. മറ്റേ ബേക്കറി സ്റ്റോർ മറ്റേ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടല്ലേ, ബേക്കറി ഐറ്റംസ് അവിടെ ഈ സ്റ്റോറിൽ കിട്ടുന്നുണ്ട്. ഒരു 10 രൂപയ്ക്ക് ഒരു പ്ലേറ്റിൻ്റെ വിലയുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്താൽ അപ്പോൾ ഇത് കേക്ക് ഇളകി പോണ്ട പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മേലെ നമ്മൾക്ക് ഇനി സിറപ്പ് ഉണ്ടാക്കില്ലേ, പഞ്ചസാര സിറപ്പ്, അത് ഇതിൽ മേലെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സ്പ്രേ ആക്കിയാൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. കേക്കിന് നല്ല മൊയിസ്റ്റായിട്ട് കേക്ക് കിട്ടും. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഡ്രൈ ഇതൊന്നും ഫീൽ ആവില്ല. അത് കാരണം നമ്മൾക്ക് നന്നായിട്ട് സിറപ്പിന് ഇങ്ങനെ നന്നായിട്ട് സിറപ്പ് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ലെയർ ക്രീം ആക്കി കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് കുറച്ച് നല്ല സെറ്റായി കിട്ടുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇനി ഫിനിഷിങ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് വീട്ടിൽ കളിക്കാൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കല്ലേ നമ്മൾക്ക് എന്തായാലും ഇതിലേക്ക് മേലിൽ നമ്മുടെ ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുക്കുന്ന കാരണം ഒരുപാട് നല്ല ഫിനിഷിങ് കടയിൽ കിട്ടുന്നുണ്ട് പോലെ എത്ര ഫിനിഷിങ് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും നമുക്ക് ക്രീം സ്പ്രെഡ് ആക്കാൻ ഇതേപോലത്തെ ഒരു നൈഫ് വേണം കേട്ടോ. അപ്പോൾ ക്രീം നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ ക്രീം നന്നായിട്ട് ഫിനിഷിങ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൽ മേലെ ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ആക്കി വെച്ച ചോക്ലേറ്റ് അല്ലേ ഇതിൽ മേലെ നന്നായിട്ട് സൈഡ് കൂടെ ഇതൊക്കെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂട് കാലമായി പറയുമ്പോൾ കുറച്ച് കേക്കിൽ കമ്മി, പക്ഷേ കയ്യിൽ തന്നെ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കുറച്ച് നല്ല തണുപ്പാക്കി എടുത്താൽ മതി. ഇപ്പോൾ ചോക്ലേറ്റ് അപ്പോൾ അധികം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ ക്രീം കുറച്ച് ബാലൻസ് ആകുമ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലത്തെ ഞാനിപ്പോൾ അങ്ങനെ ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. വലിയ ഗംഭീരമായിട്ട് ഡിസൈൻ ഇതൊന്നുമില്ല, പക്ഷേ നോർമലായിട്ട് നമുക്ക് പട്ടന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ കുട്ടീൻ്റെ പേരിനായിട്ട് പട്ടന് തയ്യാറാക്കി എടുത്തത് കേക്കാണ്. അതേ റെസിപ്പി നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഈ ഏറ്റവും ടോപ്പിൽ നമ്മൾക്ക് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ നന്നായിട്ട് നമ്മുടെ ഇതിലേക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഫില്ലാക്കി കൊടുക്കണം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഫില്ലാക്കി കൊടുക്കണം. അപ്പം അവിടെ ഇത് കടയിൽ ഇതൊന്നും കൊടുക്കുന്നില്ലല്ലേ, നമ്മുടെ വീട്ടിൽ കളിക്കാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് എടുത്താൽ മതിയാവും. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് ക്രീം വെച്ച് കൊടുത്ത് അവിടെ കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പല രീതിക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതിൽ നമ്മുടെ എങ്ങനെ ഉണ്ടാക്കുന്ന പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലത്തെ എല്ലാ സാധനം പക്ഷേ എന്തായാലും ഈ സാധനമൊക്കെ എല്ലാ വീട്ടിലത്തെ അവൈലബിൾ ഉണ്ടാവും. അതുതന്നെ ഞാൻ സിമ്പിളായിട്ട് മെത്തേഡ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ റിച്ച്നെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമ്മുടെ ഇനി അടുത്ത വീഡിയോക്ക് നോക്കാം. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗോൾഡൻ ബൗൾസ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇത് ഓപ്ഷണൽ തന്നെ, അല്ലാണ്ട് നിങ്ങൾക്ക് നിർബന്ധം ഇതൊന്നുമില്ല. ഇതാ ഇവിടെ നല്ല മാഷല്ല നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ എന്തായാലും കേക്ക്
ഇപ്പോൾ നമുക്ക് ക്രീം ഇതൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ചീടാകുമ്പോൾ കഴിക്കുമ്പോൾ കുറച്ച് കൂടെ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇതേപോലത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.